ഹലോ മക്കളെ, നമസ്കാരം. കുറച്ച് നാളെ കണ്ടിട്ട് അറിയാലോ, കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം ഇന്ന് ഒരു അടാർ ഐറ്റം വന്നിട്ടുണ്ട്, ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച AI വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ആരെങ്കിലും ഫാൻസ് ആരെങ്കിലും ചെയ്തിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ കിടു ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം. எந்த ரூமுக்கு ஃபர்ஸ்ட் போறது? புதுவிதமான கன்ஃபியூஷனா இருக்கு. இந்த ரூமுக்கா ரெண்டுல ஏதாவது தொடுங்க. நேத்தல சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா ராகஞ்சி. சரி, கரகர பிரியால போயிடுவோம். போய் சொல்ற தொண்டை வர ஒரு மாதிரி இருக்கு. இசை தெரிஞ்ச என்னையே இப்படி ஏமாத்திரியப்பா, பாவம் அதர்ஸ். பட் இந்த 2 finger டெக்னிக் ரொம்ப நல்லா இருக்கு. நம்மளும் இதையே ஃபாலோ பண்ணுவோம். இந்த ரூமுக்கே போலாம். നെൽസന്റെ ഏത് പടം ഇറങ്ങിയാലും ഇതേപോലെ സാധനം ഉണ്ടാവും. കിടു ഒരു പ്രമോ ഉണ്ടാവും. നെൽസനും അനിരുദ്ധും കൂടി ചേർന്നിട്ടൊരു പരിപാടി കിട്ടുക. சூப்பர் சார். ரஜினி சாரும் இதான் செலக்ட் பண்ணியிருக்காரு. குட் சாய்ஸ் சார். கமல் சாருக்கு அது ரொம்ப அழகா இருந்தது. இருக்கட்டும். இது சார் எடுத்திருக்காரா இல்லையா? இல்ல சார், இது சார் எடுக்கல. இது அது ஆல்ரெடி சார் எடுத்து கட்டிட்டார் சார். ഒറിജിനൽ പെണ്ണാണ് അത് AI വെച്ച് ഇതുപോലെ പെണ്ണുകൾ. சார், ஒரு பீத்தோவனும் ஒரு பப்பி லகிரியும் பப்பி மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா இருக்கு. கேட்போமா? அதெல்லாம் அப்புறம் கேட்கலாம். அதுக்கு முன்னாடி ஒண்ணு கேட்கணும். யாரு ஹீரோ? யாரு ஹீரோ? ഹീറോ യാറ് പറഞ്ഞ പോലെ എനിക്ക് നെൽസനോട് ചോദിക്കാനുള്ളത്, വില്ലൻ ആര്? വില്ലൻ ഇതാണ് അനൗൺസ്മെന്റ്. കിടു ചർച്ചകൾ കുറെ ആയിട്ട് നടക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെ ഇന്നൊരു സാധനം ഇതേപോലെ പിടുന്നുള്ളത്. കിടു
ഒന്നും പറയാനില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഇവരുടെ ഒരു കോംബോയില് ഇവര് തമ്മിൽ ആ കോമ്പറ്റീഷൻ ആണ്. എനിക്ക് ഇവര് തമ്മിൽ മത്സരിച്ച് അഭിനയിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ ഇതിൽ തന്നെ കണ്ടില്ലേ, ആ ഒരു ഹ്യൂമറാണ് ഇതിൽ എനിക്ക് തോന്നി നെൽസൺ കസറാൻ പോണത്. എനിക്ക് ഈ ഫൈറ്റോ അല്ലെങ്കിൽ മാസ് ആക്ഷനോ ഒക്കെ നല്ലതാണ്. എനിക്ക് ഇവർ തമ്മിലുള്ള ആ ഒരു ഹ്യൂമർ പരിപാടി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അതെനിക്ക് ഒന്നുകൂടി എനിക്ക് രജനീകാന്തിന്റെ ഈ ആക്ഷനും മാസിനും പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഹ്യൂമർ. അത് അണ്ണൻ കിട്ടുമായിട്ട് ചെയ്യും. കമൽഹാസനും ചെയ്യും, എനിക്കറിയില്ല, പക്ഷെ സൂപ്പർ സ്റ്റാർ കിട്ടുമായിട്ട് ചെയ്യും. ഈ നെൽസനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നല്ലൊരു കിട്ടിയൊരു ചാൻസ് ആണ്. അത് കൊണ്ടേ കൊളാക്കാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക. കാരണം ലോകേഷ് കനകരാജ് വന്നു, പുതിയ പരിപാടിയായിട്ട് വന്നു, അതൊന്നും വർക്കായില്ല. കിട്ടിയ ചാൻസ്, രണ്ടുപേരും വെച്ചുള്ള കിട്ടിയ ചാൻസ് കൊള്ളാക്കാതിരിക്കുക. ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഇതില് ഇപ്പൊ ആരെ വില്ലനായിട്ട് കൊണ്ടുവരും? അതായത് രണ്ടുപേരും അത്രയും സ്റ്റാർഡമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു ഒത്ത വില്ലനെ കൊണ്ടിട്ടുണ്ടേ, അതാരായിരിക്കും? അതാണ് ഞാനിങ്ങനെ ചിന്തിക്കണത്. അപ്പൊ ഞാനും സോ എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ഹാപ്പി ആയിട്ടിരിക്കുക.